ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ ചായ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ആയതുകൊണ്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറേ പാത്രം കഴുകാണ്ട് കേട്ടോ. പാത്രമൊക്കെ റെഡിയായി ഇരിക്കുന്നുണ്ട്. കഴുകിയാൽ മതി നമ്മളിഞ്ഞ് പോയിട്ട്. പിന്നെ നമ്മൾ ഇഡ്ഡലി ആയതുകൊണ്ട് ഇഡ്ഡലിക്ക് ആദ്യം മാവ് വെച്ചിട്ട് പാത്രം കഴുകാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇതാവുന്ന ടൈമിൽ നമുക്ക് പാത്രവും കഴുകിയെടുക്കാമല്ലോ. ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടത്തിന് വേണേൽ കുറച്ച് ബീട്രൂട്ടിൻ്റെ അരച്ചതൊക്കെ ചേർത്ത് കളറൊക്കെ ചേഞ്ച് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. നമ്മളിന്ന് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ നോർമൽ ഇഡ്ഡലി തന്നെയാണ്. മോനിക്ക് ഇഡ്ഡലി ഓൾറെഡി ഇഷ്ടമാണ്, അപ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ. പാത്രം കഴുകിയതിനൊക്കെ വരവേൽക്കാൻ സംഭവം റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ഇഡ്ഡലിയും വെന്തിട്ടുണ്ട്. അപ്പം മോനിക്ക് രാവിലെ ഇഡ്ഡലിയാണ് കൊടുക്കുന്നത്. ഉച്ചക്കൊന്ന് കൊടുത്തായിക്കൊണ്ട് ഇഡ്ഡലി തന്നെയാണ് കേട്ടോ. ഇഡ്ഡലി ആണെങ്കിൽ അവനക്ക് ഇഷ്ടമാണ് ഉച്ചക്ക് കൊണ്ടുപോകാനും. പിന്നെ നമ്മൾ സാമ്പാറും അതുപോലെ ഒരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. ഉള്ളിയും തക്കാളിയും പച്ചമുളകില്ല, മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട്. അത് കഴിഞ്ഞ് ഉച്ചക്കും സാമ്പാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കലത്തെ പിന്നെ പ്രത്യേകം കാണിക്കണമൊന്നുമില്ല. ഈവനിങ് നമ്മൾ മുളക് ബജ്ജി ഉണ്ടാക്കി. മുളക് ബജ്ജിൻ്റെ റെസിപ്പി പിന്നെ പറയണ്ടല്ലോ. നമ്മുടെ കടലമാവ്, അരിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായപ്പൊടി, കുരുമുളക് പൊടി, വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഞാനത് ഉച്ചക്ക് ചോറുണ്ട് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കും കേട്ടോ. വൈകുന്നേരത്തെ എന്തെങ്കിലും എണ്ണക്കടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ ഒന്ന് ഉറങ്ങി നീച്ച് വന്നാലും സിമ്പിളായിട്ട് നമുക്ക് വേഗം ഉണ്ടാക്കാം. ആദ്യം തൊട്ടുള്ള പരിപാടികളൊന്നും ചെയ്യേണ്ടാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും. പിന്നെ ഇപ്പം ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും വ്യൂ കയറണേ ഇല്ല. എനിക്ക് ഭയങ്കര വിഷമമൊക്കെ വരാറുണ്ട് ചിലപ്പോൾ. പിന്നെ ഞാനിതെൻ്റെ പാഷനായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിർത്തിപ്പോകേണ്ടതാണ്. സാധാരണ എൻ്റെ സ്വഭാവത്തിനെല്ലാം ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വെക്കും, കുറച്ച് കഴിഞ്ഞാൽ നിർത്തും. മാഷാ അല്ലാ, ഇത് മാത്രമാണ് കേട്ടോ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മുടെ മുളക് ബജ്ജി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൊട്ടാറ്റോ ബജ്ജി ഉണ്ടാക്കുന്നുണ്ട്. നമ്മളൊരു തരി പോലും അപ്പസോഡയൊന്നും ചേർക്കാറില്ല കേട്ടോ. എന്നാലും അത്യാവശ്യം നന്നായി പുള്ളിയൊക്കെ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂടുതൽ വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.